ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു പുരാതന പാരമ്പര്യം മാത്രമാണോ, അതോ കൂടുതൽ സങ്കീർണമായ മറ്റെന്തെങ്കിലുമാണോ? ഇന്ന് നമ്മൾ ജാതിയുടെ ചരിത്രം, പരിണാമം, ആധുനിക സ്വാധീനം എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. 3000 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു കഥ. വളരെ കാലം മുമ്പ്, ഏകദേശം BC 1500-ൽ വേദജനത വടക്കേ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി. അവർ വേദങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യശ്ലോകങ്ങൾ രചിച്ചു. അതിൽ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ 4 വിഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഋഗ്വേദം അനുസരിച്ച് സമൂഹം ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്നു. ബ്രാഹ്മണർ, അതായത് പുരോഹിതന്മാരും അധ്യാപകരും പവിത്രമായ അറിവിന്റെ സൂക്ഷിപ്പുകാരും ഇതിൽപ്പെടുന്നു. ക്ഷത്രിയർ, യോദ്ധാക്കളും ഭരണാധികാരികളും ഭൂമിയുടെ സംരക്ഷകരുമായിരുന്നു ഇവർ. വൈശ്യർ, വ്യാപാരികൾ, കർഷകർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ശൂദ്രർ, തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ എന്നിവരായിരുന്നു ഇവർ. അങ്ങനെ തുടക്കത്തിൽ ഇത് ജനനത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ആയിരുന്നില്ല. അത് നമ്മുടെ സ്ഥാനത്തെയും കടമയെയും ചെയ്തിരുന്ന ജോലിയെയും കുറിച്ചായിരുന്നു. ആളുകൾക്ക് ചിലപ്പോൾ സ്ഥാനങ്ങൾക്കിടയിൽ മാറാനായും പറ്റും. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കാലമായപ്പോഴേക്കും സമൂഹം കൂടുതൽ കർക്കശമായി മാറിയിരുന്നു. പ്രാദേശിക സമൂഹങ്ങൾ ജാതികളെ സൃഷ്ടിക്കാൻ തുടങ്ങി. പ്രദേശം, നിർദ്ദിഷ്ട തൊഴിലുകൾ, അതായത് കുശവന്മാർ, നെയ്ത്തുകാർ, സ്വർണ്ണപ്പണിക്കാർ പോലുള്ളവർ, വിവാഹ നിയന്ത്രണങ്ങൾ എന്നിവ ആയിരക്കണക്കിന് ചെറിയ ഉപജാതികൾ സൃഷ്ടിച്ചു. ഈ സമ്പ്രദായം തൊഴിൽ, സാമൂഹിക കടമകൾ എന്നിവ സംഘടിപ്പിക്കാൻ സഹായിച്ചു. എന്നാൽ ഇത് അതിരുകളും സൃഷ്ടിച്ചു. ആളുകൾ അവരുടെ ജാതിക്കുള്ളിൽ വിവാഹം കഴിക്കുകയും അവരുടെ ഗ്രൂപ്പിനൊപ്പം ഭക്ഷണം കഴിക്കുകയും പാരമ്പര്യ തൊഴിലുകൾ പിന്തുടരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ശക്തി പ്രാപിച്ചതോടെ തുകൽ, ശവസംസ്കാരം, മാലിന്യം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന ചില വിഭാഗങ്ങളെ ചതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കി. തൊട്ടുകൂടാത്തവർ അല്ലെങ്കിൽ ദളിതർ എന്ന് ഇവർ അറിയപ്പെടുന്നു. ഈ ഗ്രൂപ്പുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചു. ഗ്രാമകിണറുകളിൽ നിന്ന് വെള്ളമെടുക്കുന്നത് വിലക്കി. പലപ്പോഴും ഗ്രാമങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കാൻ ഇവർ നിർബന്ധിതരായി. സമൂഹത്തിൽ ആഴത്തിലുള്ള വിഭജനം സൃഷ്ടിച്ച ഒരാശയം, ആചാരപരമായ വിശുദ്ധിയുടെ പേരിൽ ഈ സാമൂഹിക ഒഴിവാക്കൽ ന്യായീകരിക്കപ്പെട്ടു. മൗര്യന്മാർ മുതൽ ഗുപ്തന്മാർ, പ്രാദേശിക രാജവംശങ്ങൾ വരെയുള്ള ഇന്ത്യൻ രാജാക്കന്മാർ സമൂഹത്തെയും ഭരണത്തെയും സംഘടിപ്പിക്കാൻ ജാതി ഉപയോഗിച്ചു. നൂറ്റാണ്ടുകളായി ജാതി മതവുമായി മാത്രമല്ല, ഭൂമി, അധികാരം, പണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർ പോലുള്ള വിദേശ ഭരണാധികാരികൾ പോലും ജാതി വിഭജനം ശക്തിപ്പെടുത്തി. സെൻസസുകളിൽ ജാതി വിഭാഗങ്ങൾ രേഖപ്പെടുത്തുകയും ഭരണ നിയന്ത്രണത്തിനായി അവയെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ ഡോക്ടർ BR അംബേദ്കർ പോലുള്ള മഹാനായ നേതാക്കൾ ജാതി വിവേചനത്തിനെതിരെ പോരാടാൻ എഴുന്നേറ്റു. 1947-ൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടന തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. എന്നിരുന്നാലും ജാതി ഇന്നും നിലനിൽക്കുന്നു. വിവാഹ തിരഞ്ഞെടുപ്പുകളിൽ, അതായത് 90% ഇന്ത്യക്കാരും അവരുടെ ജാതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്. രാഷ്ട്രീയത്തിലും, അതായത് ജാതി അടിസ്ഥാനമാക്കിയുള്ള വോട്ട് ബാങ്കുകളും സംവരണങ്ങളും, സോഷ്യൽ നെറ്റ്വർക്കുകളിലും ദൈനംദിന ഇടപെടലുകളിൽ പോലും ഇത് നിലനിൽക്കുന്നു. ദളിത് അവകാശ സംരക്ഷണ പ്രസ്ഥാനങ്ങൾ, സംവരണ ചർച്ചകൾ, സാമൂഹിക നീതി പ്രചാരണങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഈ പഴയ ഘടനകളെ വെല്ലുവിളിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് ജാതി വ്യവസ്ഥ ഒരു പുരാതന അവശിഷ്ടം മാത്രമല്ല, അത് ഇന്നും ഇന്ത്യയെ രൂപപ്പെടുത്തിയതും ഇപ്പോഴും രൂപപ്പെടുത്തുന്നതുമായ ഒരു ജീവസുറ്റതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വ്യവസ്ഥയാണ്. അത് മനസ്സിലാക്കുന്നത് ഭൂതകാലത്തെ മാത്രമല്ല, ആധുനിക ഇന്ത്യയുടെ പോരാട്ടങ്ങളെയും പ്രതീക്ഷകളെയും കൂടി കാണാൻ നമ്മെ സഹായിക്കുന്നു.